ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുമിഷ. നമ്മളിന്നൊരു ലാപ്പ് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എവിടെ കിട്ടും, പിന്നെ നമുക്ക് നമ്മുടെ ബജറ്റിന് ഒതുങ്ങുന്ന രീതിക്കുള്ള തരത്തിലുള്ള ഒരു ലാപ്പ് എടുക്കണമെന്നായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കസിൻ വഴിയാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. ടെക്സ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അവർക്ക് 1 lakh അബോവ് വരുന്ന ഒരു ലാപ്പ് 30,000 ആ ഒരു ലെവലിൽ കിട്ടിയെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര റേറ്റ് കുറവാണെന്നൊക്കെ ഞാൻ പൊതുവെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കിട്ടിയ വിവരം അനുസരിച്ചാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ കുറേ കളക്ഷൻസൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ കസിനും പറഞ്ഞു അവിടെ നല്ല കളക്ഷൻസാണ്, കസ്റ്റമർ കെയർ ആയാലും ഒക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഹലോ, അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചോദിച്ചറിയാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് കാണാനുണ്ടോ ആ ഒരു കാര്യം കാണിക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡലുകൾ നോക്കിയാലോ. ഇപ്പോൾ ഇവിടെ ഉള്ള മോഡല് നമുക്കിപ്പോൾ i3 വരുന്നുണ്ട്. മെയിനായിട്ട് ചെയ്യുന്ന i5ൻ്റെ മുകളിലാണ്. അതിപ്പോൾ i3 8th ജനറേഷൻ ഇപ്പോൾ HP പ്രോബ് ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ അതേപോലെ സിൽവർ നല്ല സ്ലിം ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പീസ് ഉണ്ട്. 13 ഇഞ്ച് സൈസ് വരുന്നത്. പിന്നെ അതിൽ തന്നെ i5 6th ഉണ്ട്, 7th ഉണ്ട്, 8th ജനറേഷൻ. പിന്നെ അതിൻ്റെ മുകൾക്ക് 10th ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ i5 8th ജനറേഷനാണ്. വിത്ത് ടച്ച് ഉള്ള മോഡലാണ് HP. ഇത് ടച്ച് ഇല്ലാത്ത i5 8. ഇതിൽ ടച്ച് ഇല്ല. ഓക്കെ, പിന്നെ അതിൽ തന്നെ ഡെല്ലുണ്ട്. ഡെല്ലിൽ i5 8ഉം 6ഉം 7ഉം ഉണ്ട്. പിന്നെ ഇത് തിങ്ക്പാഡിൽ ഇത് കുറച്ചും കൂടി ബെറ്ററാണ്. മീൻസ് അതായത് i5 10th ആണ് വരുന്നത് ജനറേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ തിങ്ക്പാഡ്. പിന്നെ HP തന്നെ വേറെ 3-4 ടൈപ്പ്. അതേപോലെ HP-ലും ഡെല്ലിലും വേറെ വേറെ സീരീസ് ഉണ്ട്. അതായത് 5490, 7480, 7480 മോഡല്. പിന്നെ i5 6th, അതുപോലെ തന്നെ 15 ഇഞ്ച്. അതായത് നമുക്ക് മൂവി കാണാൻ, ഗെയിം കളിക്കാൻ, അങ്ങനെ അതേപോലെ അക്കൗണ്ട്സ് ആവശ്യത്തിനൊക്കെ വലിയ സ്ക്രീൻ ആവശ്യമുള്ളവർക്ക് വലിയ സ്ക്രീനും. ഇതും ബിസിനസ് സീരീസ് തന്നെ വരുന്നത്. പ്രോബുക്കാണ്. i5 10th ആണ് ജനറേഷൻ വരുന്നത്. ഇതിൽ തന്നെ ഡെല്ലിൻ്റെതും ഉണ്ട്. ഇത് HP ആണ്. ഇതിൽ ഡെല്ല് വരുന്നുണ്ട്. സെയിം സ്പെക്കാണ്. i5 6th വരുന്നുണ്ട്, 15.6 സൈസ്. ഓക്കെ, രണ്ടും ബിസിനസ് സീരീസാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് റൈസണിലുണ്ട്. റൈസണിലുള്ള മോഡൽ ഇതാണ്. 845 G3 G7 G8 എന്ന് പറഞ്ഞ സീരീസ്. ഇതിൽ തന്നെ സ്ലിമ്മാണ് ഉള്ളത്. ഡോൾബി അറ്റ്മോസ് ഉള്ള സ്പീക്കറാണ്. ഡോൾബി അറ്റ്മോസ് ഉള്ള ഇതാണ്. ഓക്കെ, ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ലാപ്പ് എടുക്കണം. അപ്പോൾ ഇതിലേതാണ് നല്ലത്, എന്താ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഒരു ലാപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നമ്മളെ ബജറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ആയിരിക്കണം. അപ്പോൾ ഏതാണ് ഒരു 28-30 ആ ഒരു ലെവലിലും ആവണം, റേഞ്ചിൽ വരണം. നോർമൽ യൂസ് ഉള്ളൂ. നോർമലി ഇപ്പോൾ ഡെല്ലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സൈഡ് ഇങ്ങനെ ഒരു തീമാവും. നമുക്കതിൽ HP ആണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. അതായത് കാണാൻ ഒന്നുകൂടി കുറച്ച് സ്റ്റൈലിഷാണ്. ജസ്റ്റ് മോഡൽ നോക്കിയാൽ നോക്കാം. പറഞ്ഞ മോഡല് ഇതിപ്പോൾ HP-യുടെ ആണ്. ഇലക്ട്രിക് പുതിയ ലോഗോ കാര്യങ്ങളുള്ളത് പുതിയ മോഡലാണ്. അതായത് കൃഷിയും കാര്യങ്ങളും അത്യാവശ്യം നല്ല നീറ്റാണ്. ലാപ്പ് നല്ല വൃത്തിയുണ്ടാവും, നീറ്റുണ്ടാവും. നമ്മൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക് സീരീസാണ് ലാപ്പ് വരുന്നത്. i5 ജനറേഷൻ
നമുക്ക് ഇത് പെന്നാണ്, അത് ടച്ച് പാഡായിട്ട് എനിക്ക് യൂസ് ചെയ്യാം. ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ അപ്പോൾ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കളർ ചെയ്യാൻ പ്രശ്നം, അതുപോലെ പെന്നിൻ്റെ ഉപയോഗം ഇതെല്ലാം നടക്കും. ഇതിനൊക്കെ യൂസ് ചെയ്യാനൊക്കെ പെട്ടെന്നുണ്ടാവും. ഇതിൽ വരുന്ന മോഡൽ ഇപ്പോൾ ചെയ്യാനൊക്കെ ഉണ്ടാവും. സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും കാര്യങ്ങളും ഇതിപ്പോൾ നോർമലി നമുക്ക് വരുന്നത് i5 ആണ്, 8 വരുന്നുണ്ട്, 8GB റാം വരുന്നുണ്ട്. പിന്നെ ഡിസ്ക് ഇതിലുള്ളത് 256 ആണ്, SSD സ്റ്റോറേജ് വരുന്നത്. അപ്പം ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ ബിസിനസ് സീരീസും നോർമൽ സീരീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആക്ച്വലി ബിസിനസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കമ്പനികൾക്ക് ഉപയോഗിക്കും, മൾട്ടി ലെവൽ കമ്പനികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് സീരീസ്. നോർമൽ സീരീസ് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ, അതുപോലെ ഈ 10ാം ക്ലാസ്, അത് +1 +2 ടാലി, അതുപോലെ ഓഫീസൊക്കെ യൂസ് ചെയ്യുന്നത് കുട്ടികൾക്ക് അവർക്ക് പഠിക്കുന്ന ആവശ്യത്തിനും അത് ഈ ചെറിയ സോഫ്റ്റ്വെയറുകളാണ് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർമൽ സീരീസ് വരുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ, വളരെ കുറവാകും. ബിസിനസ് സീരീസ് മീൻസ് മൾട്ടി ലെവൽ കമ്പനിയിൽ 24 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിലാണ് ഉണ്ടാക്കുക. അത് ഏകദേശം നമുക്കൊരു 10-25,000 രൂപ റേഞ്ചിൽ ഫ്രഷിന് വില വരും. പക്ഷേ ബിസിനസ് സീരീസ് നമുക്ക് ഏകദേശം 1 lakhൻ്റെ എബോവ്, അതിപ്പോൾ നോർമലി ഇതൊക്കെ ഒരു 1 lakhൻ്റെ എബോവ് വരുന്ന മോഡലാണ്. ബിസിനസ് സീരീസ് ആകുമ്പോൾ 1 lakh എബോവ്. ബിൽഡ് ക്വാളിറ്റി നമുക്ക് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ ഇതിൻ്റെ പാർട്സോ, കീബോർഡ്, ബാറ്ററി, A to Z പാർട്സ് എന്ത് ചെയ്യും, ഹൈ ക്വാളിറ്റി ആയിരിക്കും. ഇതിപ്പോൾ സ്പെയർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോയി തന്നെ ഭയങ്കര പ്രൈസാണ്. മറ്റേ നോർമൽ ചീപ്പ് റേറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം അതാണ് ബിസിനസ് സീരീസും ഇത് മെയിനായിട്ട് വരുന്ന UK, US അങ്ങനത്തെ പുറത്ത് കൺട്രി, നമ്മുടെ രാജ്യത്തുണ്ട്, പക്ഷെ പുറത്ത് കൺട്രിയിലാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് ഈ ബിസിനസ് സീരീസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ ഇതിന് 1 lakh above ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്രയും പ്രൈസ് ഉള്ള ഈ സാധനം ഇത്ര വില കുറച്ച് കിട്ടാനുള്ള കാരണം എന്താണ്? ഇത് അത്രയും കംപ്ലൈന്റ് ഉള്ള കാര്യങ്ങളൊക്കെ ആണോ? അതങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല. അതായത് ഈ ബിസിനസ് സീരീസ് ഇറങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ, ഒരു കമ്പനിക്ക് 2 വർഷത്തെ ടെൻഡറാണ് കൊടുക്കുക. 2 വർഷം ഒരു കമ്പനിക്ക് ഇപ്പോൾ HP-യോ ഡെല്ലോ ഡയറക്റ്റ് അവരുടെ ഡീൽ ഉണ്ടാക്കും. 2 വർഷം ആ കമ്പനിക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കും, അവരത് യൂസ് ചെയ്യും. യൂസ് ചെയ്ത ശേഷം 3ാമത്തെ വർഷം അത് അവിടുന്ന് റിക്കവറി എടുക്കണം. ഇതിന് പകരം പുതിയൊരു പീസ് അത് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ആദ്യം യൂസ് ചെയ്ത 2 വർഷം യൂസ് ചെയ്ത ഈ പീസ് ശരിക്കും വേസ്റ്റാണ്, അവിടെ ആവശ്യമില്ല. അത് ഈ കമ്പനി റിട്ടേൺ എടുത്തിട്ട് പുതിയ പീസ് അവിടെ വെച്ച് കൊടുത്തു. ഈ സാധനം പുറത്ത് മാർക്കറ്റിൽ വിറ്റ് ഒഴിക്കുക ചെയ്യുക. അങ്ങനെ വരുന്ന സാധനമാണ് ഇത് മെയിനായിട്ട് UK, US അങ്ങനത്തെ പുറത്ത് രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ അവർ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. അതാണ് ഇത്രയും പൈസ. മീൻസ് ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്, ആവശ്യമില്ല, അവർക്ക് ആവശ്യമില്ല, അവർ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇത്ര പ്രൈസ് മാറ്റം. ഓക്കെ, അല്ലാതെ പാർട്സിനോ അല്ല ബാക്കി കാര്യങ്ങളൊന്നുമില്ല, ഫ്രഷ് സാധനം ഇല്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ ഇത് 2 വർഷം ഉപയോഗിച്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പിന്നെ നമുക്ക് സ്റ്റോറേജ് ആഡ് ചെയ്യാനൊക്കെ പറ്റുമോ? ഇത് വാറണ്ടി എന്ന് പറഞ്ഞാൽ 1 month നമ്മൾ എന്ത് ചെയ്യും, ചെക്കിങ് വാറണ്ടി തരുന്നുണ്ട്. ആഫ്റ്റർ 1 month കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സ്പെയർ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി സ്പെയർ ഹോൾസെയിൽ ചെയ്യുന്ന ഷോപ്പാണ്. അപ്പോൾ അതിൻ്റെ സ്പെയർ നമ്മൾ 50% ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യും റീപ്ലേസ് തരും. പിന്നെ അതല്ല അഡീഷണൽ നമുക്ക് വാറണ്ടി ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പോൾ 1 year വാറണ്ടി, 3 year വാറണ്ടി, 2 year വാറണ്ടി, ഇങ്ങനെ നമുക്ക് അഡീഷണൽ ചെയ്യാം. നമുക്ക് അഡീഷണൽ ചെറിയൊരു എമൗണ്ട് അതിൽ ആഡ് ചെയ്യേണ്ടി വരും ഈ വാറണ്ടി പാക്കേജ് എടുക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ സ്റ്റോറേജിൻ്റെ കാര്യം വരുന്നത്, ഇപ്പോൾ ഓൾറെഡി ഇതിൽ 8GB റാമാണ് ഉള്ളത്. നോർമൽ നമുക്ക് യൂസ് ചെയ്യാൻ 4GB ഒക്കെ മതി. ഇപ്പോൾ ഫോണിൽ തന്നെ നമുക്ക് കുറഞ്ഞ 4GB 8GB ഒക്കെയാണ് ഇപ്പോൾ ഫോൺ വരുന്നത്. അപ്പോൾ ഇതിൽ 8GB ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിൽ 16 ആണെങ്കിൽ 16 32 ഒക്കെ ആക്കണമെങ്കിൽ നമുക്ക് ആക്കി തരാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മൂവിയോ അല്ലെങ്കിൽ വലിയ ക്വാളിറ്റി ഉള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഗെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ സ്റ്റോറേജ് നമുക്ക് അഡീഷണൽ അതും ആഡ് ചെയ്യാം. ഇപ്പോൾ 256 SSD വരുന്നത്, ഹാർഡ് ഡിസ്ക് അല്ല. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്ക് പ്രോസസ്സ് ചെയ്തിട്ടാണ് അത് ഡാറ്റ എടുക്കുക. SSD എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചിപ്പാണ്, നമ്മൾ പെൻഡ്രൈവ് പോലെ ചിപ്പാണ്. ഈ ചിപ്പിൽ നിന്നാണ് ഡാറ്റ എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഫാസ്റ്റാണ്, അപ്പോൾ കുറഞ്ഞ സ്റ്റോറേജ് മതി ശരിക്കും. ആക്ച്വലി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1TB 512 ഒക്കെ ആണെങ്കിൽ നമുക്ക് ആക്കും ചെയ്യാം. പിന്നെ അഡീഷണൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ USB പോർട്ടിൽ ഒരു ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹാർഡ് ഡിസ്ക് സെപ്പറേറ്റ് കൊണ്ടുവരും. അത് മീൻസ് അതായത് പെൻഡ്രൈവ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഹാർഡ് ഡിസ്ക് നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുക, അത് കണക്ട് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. ഡാറ്റ ഒക്കെ സേഫ് ഹാർഡ് ഡിസ്കിൽ. SSDയിൽ ഡാറ്റ സേഫ് അല്ല, അതിന് ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഇപ്പോൾ ഓൾറെഡി നിലവിലില്ല.
അപ്പോൾ ആ ഡിസ്ക് ആണെങ്കിൽ നമുക്കിപ്പോൾ ഡാറ്റ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യുക, റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. SSD ആകുമ്പോൾ റിക്കവറിങ് ബുദ്ധിമുട്ടാണ്, അതിന് സോഫ്റ്റ്വെയറുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി അതിലുണ്ട്. നമ്മൾ റീറ്റെയിലല്ല, ഹോൾസെയിലാണ് ചെയ്യുന്നത്. അതാണ് നമ്മളാരും അങ്ങനെ അറിയാത്തത്. അത് ബൈ റീറ്റെയിൽ നമ്മളിപ്പോൾ ആക്സറീസ്, അതായത് ലാപ്ടോപ്പിൻ്റെ A to Z പാർട്സാണ് നമ്മൾ ഹോൾസെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ യൂസർ ലാപ്പും ഉണ്ട്. ഇപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസർ ലാപ്പ് സെപ്പറേറ്റ് കൗണ്ടറാക്കി ചെയ്യണമെന്നുള്ളൂ. അന്ന് മുതലേ ഉണ്ട്. 7 വർഷമായിട്ട് ഞങ്ങൾ മഞ്ചേരി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ സാധനം എടുത്തു, അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നാൽ ഇവിടുന്ന് തന്നെ റെഡിയാക്കി തരുമോ? 100% തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ ഷോപ്പിൽ വരാം. നമ്മൾ ഫുൾ ടൈം, അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെ നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും. ഇനി നിങ്ങൾ കേരളത്തിന് പുറത്താണോ അല്ലെങ്കിൽ ഇപ്പോൾ കാസർഗോഡോ കേരളത്തിൽ തന്നെ പല ഭാഗത്താണെങ്കിലും നമ്മൾ ഓരോ ഡീലേഴ്സ് ഉണ്ട്, ഓരോ ഏരിയയിൽ ഡീലേഴ്സ് ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ സർവീസ് സെൻറ്ററിൽ ചെന്നിട്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഇഷ്യൂസ് വരികയാണെങ്കിൽ സോഫ്റ്റ്വെയർ എന്തെങ്കിലും അപ്ഡേഷനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അഡീഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ മിസ്സാവുക, അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാവുക. ഇൻ കേസ് ഇനി കീബോർഡ് കംപ്ലൈൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ പറയുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ തന്നെ റിപ്പയർ ചെയ്ത് തരും. അതും നമ്മളെ അണ്ടറിൽ തന്നെ ചെയ്തു തരും. കാരണം ഡീലേഴ്സ് നമുക്ക് കേരളത്തിന് പുറത്തും അകത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ വന്ന കാര്യം മറന്നിട്ടുണ്ട്. എനിക്കൊരു ലാപ്പ് എടുക്കണം, അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, കാര്യം ഞാൻ മറ്റേ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയത് ഇപ്പോൾ HP പറഞ്ഞത് സ്റ്റൈലിഷ് ആണ്, ഡെല്ല് കുഴപ്പമില്ല, കുറേ ഡ്യൂറബിൾ കിട്ടും. അപ്പോൾ നമ്മളവിടെ അക്കൗണ്ട്സിൽ ഇപ്പോൾ 10 ബ്രാഞ്ച് ഉണ്ട് നമുക്ക് നിലവിൽ. ഈ 10 ബ്രാഞ്ചിൻ്റെ ഹെഡ് നടക്കുന്നത് ജസ്റ്റ് ഇതേപോലത്തെ ഒരു i5 4th ജനറേഷനിലാണ് നടക്കുന്നത്, ബിസിനസ് സീരീസ്. അപ്പോൾ അതിലാണ് അതിൻ്റെ എല്ലാം ഡാറ്റ മെയിൻ സർവർ അതാണ് വരുന്നത്. ഇപ്പോൾ അത്രയും ഡാറ്റ കപ്പാസിറ്റി ഡ്യൂറബിലിറ്റിയും എന്ത് ചെയ്യും, ബിസിനസ് സീരീസിന് കിട്ടും. നിങ്ങളെ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അത്ര റേഞ്ച് വേണമെന്നില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു പ്രൈസിൽ ഇപ്പോൾ നമ്മൾ ഫ്രഷ് എടുക്കണം, i3 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 23 രൂപ 25 രൂപ ഫ്രഷ്. നമ്മൾ ഒരു ചെറിയ സീരീസ് 4th ജനറേഷൻ എടുക്കുമ്പോൾ ആ പ്രൈസ്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ i5 10th ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യും, അത്രേ പ്രൈസ് വരില്ല. അതായത് ഈ 30 സംതിങ്ങിൻ്റെ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, നമുക്ക് 10th ജനറേഷൻ വരെ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ അതാണ് അതിനുള്ള മാറ്റം. യൂസ്ഡ് ആകുമ്പോൾ അങ്ങനെ കാണാൻ നിങ്ങൾ കണ്ടില്ല, നല്ല ഫ്രഷാണ്. അപ്പോൾ നമുക്ക് അത് ചൂസ് ചെയ്യാൻ പറ്റണ നമുക്കൊരു തിങ്ക് പാഡ് സീരീസ് ഉണ്ട്, അതൊന്ന് നോക്കി നോക്കിയാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ജനറേഷനും കൂടുതലുണ്ട്. ഇത് വരുന്ന ലാപ്പ് വരുന്നത് i5 ജനറേഷനാണ്, i5 പ്രോസസ്സറാണ് വരുന്നത്, 10th ജനറേഷൻ ഉണ്ട്. തിങ്ക് പാഡ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർമി പർപ്പസിനാണ് ഈ സാധനം യൂസ് ചെയ്യുക. ഇത് ലാബിൽ ലെനോവോ ഉണ്ടെങ്കിലും ആക്ച്വലി ലെനോവോൻ്റെ മാനുഫാക്ചറിങ് അല്ല, തിങ്ക് പാഡ് സെൻറ്റർ തന്നെയാണ്. ഓക്കെ, ഇത് കാണാനും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സ്ലിമ്മാണ്, വലിയ അതായത് കണ്ടീഷൻ കണ്ടല്ലോ, പക്ക ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ എഡ്ജൊക്കെ ആണെങ്കിൽ കണ്ടോ, കറക്റ്റ് എഡ്ജും കാര്യങ്ങളും ഒക്കെ ഫിനിഷിംഗ് ആവും, അതായത് ഡാമേജ് ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 2 വർഷം യൂസ് ചെയ്യുന്ന പറഞ്ഞല്ലേ, 2 വർഷം യൂസ് ചെയ്യുന്ന പുറത്ത് കമ്പനികളിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി 8 മണിക്കൂറാണ് വർക്കിംഗ് ടൈം വരിക. ഈ 8 മണിക്കൂറിൽ ഏകദേശം 1 അവർ നമുക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പോൾ 7 മണിക്കൂർ എന്ത് ചെയ്യുള്ളൂ, ഈ സാധനം വർക്ക് ചെയ്യുള്ളൂ 1 ഡേ. അങ്ങനെ 2 വർഷം യൂസ് ചെയ്യുക. ഇന്ത്യൻ ബീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 12 മണിക്കൂറാണ് വർക്കിംഗ് ടൈം. മീൻസ് ഇപ്പം നമ്മളെ കേസിന് എടുത്താൽ രാവിലെ 9 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആയാലും 9 മണി വരെ ആ ഷോപ്പ് ഓപ്പണാണ്. മീൻസ് അത്രയും സമയം ബില്ലിങ്ങിലോ അല്ലെങ്കിൽ അക്കൗണ്ട്സിലോ യൂസ് ചെയ്യുമ്പോൾ ഇത് അത്രയും സമയം വർക്ക് ചെയ്യും, ഏകദേശം 12 മണിക്കൂർ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഏകദേശം പകുതിയെ എന്ത് ചെയ്യണുള്ളൂ, ബിസിനസ് അവിടെ വർക്ക് ചെയ്യണുള്ളൂ. അപ്പോൾ അങ്ങനെ ടൈമിൻ്റെ നല്ലൊരു മാറ്റമുണ്ട്. അപ്പോൾ അത്ര സമയം 2 വർഷം യൂസ് ചെയ്താൽ ഇത്ര ഇതിന് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല. ഇതുണ്ടോ, ഇതിൻ്റെ കീബോർഡ് അടക്കം ഫിനിഷിംഗ് ആണ്. ഇതിൽ കണ്ടോ, സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത്രയും അവിടുത്തെ ഓഫീസിൻ്റെ കണ്ടീഷനും വളരെ സെറ്റപ്പ് ആയിരിക്കും. കാരണം ഫുള്ള് AC കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കറക്റ്റ് പൊടി കാര്യങ്ങളൊന്നുമില്ല, ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. നമ്മളെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, കാരണം നമ്മൾ കൾച്ചറെ മാറ്റേണ്ട അതിനനുസരിച്ച് മാറ്റമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസമായിട്ട് ഇന്ത്യൻ ബീസും പുറത്തുനിന്ന് വരുന്ന ബീസും തമ്മിലുള്ള മാറ്റം എത്ര പെട്ടെന്ന് നമ്മൾ ഈ ലാപ്പ് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്ക് X390 എന്ന് പറഞ്ഞ മോഡലാണ്, i5ലാണ്, 10th ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ജനറേഷൻ. ഇപ്പോൾ ഇറങ്ങുന്നത് 12th ആണ്, 12th 13th ആണ് ഇപ്പോൾ ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ 10th ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുതിയ ലാപ്പാണ്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ കീബോർഡിൽ എന്ത് ചെയ്യാം, മൗസ് സ്ക്രോളിംഗ് ഉണ്ട്, ബട്ടൺസുകളുണ്ട്. അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബട്ടൺ ഇവിടെ വരുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് നോക്കാം.
പിന്നെ ഇതിൻ്റെ ഫീച്ചർ പറഞ്ഞാൽ നമുക്ക് സി പോർട്ടാണ് ചാർജിങ് വരിക, ഫാസ്റ്റ് ചാർജിങ് വരിക. USB HDMI ഒക്കെ ഇതിൽ തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ അത്യാവശ്യം ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇവിടെ ഉണ്ട്. അഡോബ് റീഡറും ഫോട്ടോഷോപ്പും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാനുള്ള ക്രോം ഇതാണ്. പിന്നെ അതിൽ ഇതൊക്കെ റെഡി അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടൈമും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, വോളിയം ഓക്കെയാണ്, ഫുള്ള് A to Z ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ് കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ലാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യണം. നമ്മൾ ഒന്നുകൂടെ ഷട്ട് ഡൗൺ സ്റ്റാർട്ടിൽ വന്നു ഷട്ട് ഡൗൺ ചെയ്തു. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ബിസിനസ് സീരീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പവർ ബട്ടൺ ഓഫ് ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഷട്ട് ഡൗൺ കൊടുത്തോടെ ഇത് ഓഫായി, പക്ഷേ ഈ പവർ ബട്ടൺ ഓഫ് ആയതിനു ശേഷം എന്ത് ചെയ്യുള്ളൂ, ബിസിനസ് സീരീസ് അടച്ചു വെക്കാൻ പാടുള്ളൂ. ഇന്നലെ ആ ഡിസ്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓഫ് ആകും. ഇപ്പോൾ കണ്ടോ പവർ ബട്ടൺ ഓഫായി. ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, അടക്കുക. അടക്കുന്ന സമയത്ത് ഇവിടെ സെൻറ്ററിൽ പിടിക്കുക, ക്യാമറയിലല്ല ക്യാമറയുടെ ഇപ്പുറത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അടക്കുക. ഇനി ഇങ്ങനെ അടച്ചു വെച്ചു. കഴിയുന്നതും എന്ത് ചെയ്യുക, പൊടിയില്ലാത്ത സർഫേസിൽ വെക്കുക. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ക്ലോത്ത്, ഇപ്പോൾ സിസ്റ്റം കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ക്ലോത്ത് ഉണ്ടെങ്കിൽ ക്ലോത്ത് ഇട്ട് അടച്ചു വെച്ചാൽ സേഫാണ്, പൊടി കയറില്ല. നെക്സ്റ്റ് ടിപ്പ്, ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ സെൻറ്ററിൽ തന്നെ പിടിക്കുക. സെൻറ്ററിൽ പിടിച്ചിട്ട് എടുക്കണം. കാരണം ഈ 2 സൈഡിൽ വിജാഗുരി ടൈപ്പ് ഒരു ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ അതിന് കംപ്ലൈൻറ്റ് വരാതൊക്കെ സൈഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് അതിൻ്റെ പ്രഷർ ചെല്ലില്ല. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും, ഡാമേജ് വരും. പിന്നെ രണ്ടാമത്തെ ഒരു കേസ്, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പെൻ ഡ്രൈവോ അല്ലെങ്കിൽ പേപ്പറോ പെന്നോ ഒന്ന് വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേയിൽ ബാധിക്കും, ഡിസ്പ്ലേ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് നമ്മൾ അടച്ചു വെച്ചു, ഇതിന് മുകളിലേക്ക് ഭാരമുള്ളത് വെക്കാൻ പാടില്ല. കഴിയുന്നതും ഇനിയിപ്പോൾ നമ്മൾ ഒരു ബുക്ക് വെക്കാൻ ഉദ്ദേശിക്കുക, ചെറിയ കട്ടിയുള്ള ബുക്കാണ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിന് കവർ ചെയ്യണ ഭാഗത്തിലേക്കാക്കി വെക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ വെക്കരുത്. സെൻറ്ററിൽ ജാമായി കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേയിൽ ഡാമേജ് ആവും. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, പക്ക സ്ലിം ആയിരിക്കും, ചെറിയ സ്ലിം ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഡിസ്പ്ലേ പിന്നെ അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേ സെയിം ഇത് തന്നെയാണ് ഡിസ്പ്ലേ വരിക. അപ്പോൾ അങ്ങനെ ഒന്നുകൂടി കെയർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ടിപ്പ്, നമ്മളിപ്പോൾ ഒരു ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാർജിൽ കണക്ട് ചെയ്തു, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 100% വരെ എന്ത് ചെയ്യുക, ചാർജ് കണ്ടിന്യൂസ് കൊടുക്കുക. 100% ആയതിനു ശേഷം ഈ ചാർജർ റിമൂവ് ചെയ്യുക. ഈ ഏകദേശം 10% വരെ ആ ചാർജ് യൂസ് ചെയ്യുക, ബാറ്ററി ബാക്കപ്പ് യൂസ് ചെയ്യുക. എന്നിട്ട് 10% കഴിഞ്ഞ് നെക്സ്റ്റ് പിന്നെ കണക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ബാറ്ററിയുടെ ലൈഫ് എന്ത് ചെയ്യും, കൂടുതലായി കിട്ടും. കുറേ കാലം നമുക്ക് എന്ത് ചെയ്യുക, ആ ബാറ്ററി യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുക. അത് ഫോണും എല്ലാം ബാറ്ററിൻ്റെ ഒരു പൊതുവെയുള്ള ടെക്നോളജി. ഇന്നെങ്കിലും എന്ത് ചെയ്യുള്ളൂ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാറ്ററി ഒരു എത്ര സൈക്കിൾ ചാർജിങ് എന്നാണ്, ഒരു 10,000 പ്രാവശ്യം സൈക്കിൾ ചാർജിങ്, 10,000 പ്രാവശ്യം കുത്തിക്കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ ലൈഫ് കഴിഞ്ഞു. ബാറ്ററി ബാക്കപ്പിൻ്റെ മെയിനായി ശ്രദ്ധിക്കുക. പിന്നെ രാത്രികൾ എന്ത് ചെയ്യരുത്, ചാർജ് കുത്തിയിടരുത്. നെക്സ്റ്റ് അതുപോലെ ഈ പ്ലഗ് ഉണ്ടല്ലോ, ലൂസുള്ള പ്ലഗുകളൊന്നും യൂസ് ചെയ്യരുത്. ലൂസുള്ള പ്ലഗിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് കോണ്ടാക്റ്റ് വഴി ഇതിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ചാർജിങ് പോയിന്റ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ലൂസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതിലാണ് അതിൽ ഡാമേജ് വരിക. അതായത് ഇത് സെപ്പറേറ്റ് ഒരു കേബിളാണ്, ഈ പവർ കോഡ് എന്ന് പറയും. അപ്പോൾ ഇത് കംപ്ലൈൻറ്റായി ഇത് റീപ്ലേസ് ചെയ്താൽ മതി. ചെറിയൊരു വേരിയേഷൻസിലൊക്കെ അതിൽ കംപ്ലൈൻറ്റ് വരുള്ളൂ. പിന്നെ ഈ ഡോക്കിൽക്കാണ് അടുത്ത പ്രോബ്ലം. ഇത് കംപ്ലൈൻ്റ് ആയി നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. ഇതിൽ നിന്ന് കട്ടൗട്ട് ആയിട്ട് ഇതും അടിച്ചു പോയിട്ട് നമുക്ക് എന്തൊരു ലാബിൽ തരാം. അപ്പോൾ ലാബിൽ പ്രൊട്ടക്ഷൻ 2 സെക്ഷൻ വരെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ കഴിയുന്നതും രാത്രി കുത്തിയിടാതെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ലൂസ് കോണ്ടാക്റ്റുള്ള പ്ലഗിൽ കുത്തി ഉപയോഗിക്കുക. അതേപോലെ വെള്ളം ഭക്ഷണം അങ്ങനത്തെ ഒന്നും കയ്യായിട്ട് ആവാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി അതിലുള്ളത്, കീബോർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മളെ കൈ എന്ത് ചെയ്യുക, ഫ്രഷ് ആക്കിയിരിക്കുക. അതായത് ഒരു ക്ലോത്ത് എന്തെങ്കിലും വെച്ചാൽ മതി, നമ്മൾ കൈ തുടച്ചിട്ട് യൂസ് ചെയ്യുക. പൊടി കഴിയണതും ഇതിലേക്ക് ആവാതിരിക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. മീൻസ് കീയിൻ്റെ ഗ്യാപ്പാണ്, അത് പ്രസ് ചെയ്യാനുള്ള ഗ്യാപ്പാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തിലൂടെ എന്ത് ചെയ്യുക, പൊടിയോ വെള്ളമോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കീബോർഡ് ഷോർട്ട്, കീബോർഡ് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 7 വർഷമായി തുടങ്ങിയതല്ലേ, അന്ന് എടുത്ത സിസ്റ്റം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്കൗണ്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും 10-11 സ്ഥാപനത്തിൻ്റെയും ഹെഡായിട്ട് സർവറായിട്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇത്. അങ്ങനെ യൂസ് ചെയ്താൽ, മെയിൻ്റെനൻസ് ചെയ്ത് യൂസ് ചെയ്താൽ കുറേ കാലം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് റെഡി ആക്കാം അല്ലേ. പെട്ടെന്ന് സർവീസ് സെൻ്ററിൽ കൊണ്ടുപോകാം. അപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ഏത് ഏരിയയിലാണ് നമ്മളുള്ളത് ആ ഏരിയയിൽ നിന്ന് വിളിക്കുക. ആ ഏരിയയിലുള്ള സർവീസ് സെൻ്ററിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഡെലിവറാക്കി തരും കേട്ടോ. ഓക്കെ, നമ്മൾ ഓക്കെ ഇത് ഇവിടെ പിടിച്ചോളൂ. ഇതാ അമ്മച്ച് ഗിഫ്റ്റല്ല, ഉപയോഗത്തിലുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങളെ വർക്കൊക്കെ ഉഷാറാവട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, യൂട്യൂബിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ അല്ലേ.
അതുവഴി ഞങ്ങൾ ഫേമസ് ആവട്ടെ. ഓക്കെ. ഒരു ലാപ്പ് വാങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ലാപ്പ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കണം, അങ്ങനെയുള്ള ലാപ്പിനെ കുറിച്ചുള്ള ഒരുവിധം എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ നിങ്ങളൊരു ലാപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഏത് ആവശ്യത്തിനായാലും അനുയോജ്യമായിട്ടുള്ള ലാപ്പ് ഏതാണെന്ന് അവർ തന്നെ പറഞ്ഞു തന്ന് അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.